അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ട് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കപ്പയും മീൻ കറി കേട്ടോ. മീൻ കറി എന്ന് പറഞ്ഞാൽ മീനല്ല, മീനിൻ്റെ തല വെച്ചിട്ടുള്ളൊരു കറി കേട്ടോ. ശരിക്കും നമ്മുടെ മലയാളികൾക്ക് എന്താ പറയുക, ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് കപ്പയും മീൻ കറിയൊക്കെ. അപ്പോൾ ഇന്ന് മീനിൻ്റെ തല വെച്ചിട്ട് ഒരു കറിയും നല്ല കപ്പയും കേട്ടോ. ഇത് രണ്ടും വെച്ചിട്ടൊരു അടിപൊളി കോമ്പോ ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് ഉണ്ടാക്കാൻ ഇത് ഇത്രയും പൂളാണ് കേട്ടോ. അതൊരു 2 കിലോനോളം പൂള ഉണ്ടാവും. ഇതൊരു 4 ചൂതയാണ് കേട്ടോ. അത് ഇവിടെ ചൂതാന്ന് അതിന് പറയാം. ചൂതേൻ്റെ തല കേട്ടോ. 4 എണ്ണത്തിൻ്റെ തല ഉണ്ട് കേട്ടോ. തല മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. ഇവിടെ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ പിന്നെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ തക്കാളി, ഉള്ളിയൊന്നും വേണ്ട കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഈ കപ്പയൊന്ന് ചെറുതായിട്ട് നുറുക്കി കൊടുക്കട്ടോ, അല്ലെങ്കിൽ ഇത് വെന്തിട്ടൂലേ. അപ്പോൾ നമ്മുടെ കപ്പ പുറത്ത് വിറകടുപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ കടന്നാവട്ടെ. അതിന് മുന്നേ നമുക്കിവിടെ മീനിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം കേട്ടോ. ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ വാർന്നു കൊടുക്കാം കേട്ടോ. ഉലുവട്ട് കൊടുക്കേ. അപ്പോൾ നമുക്കിനി കരിവേപ്പ് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് പച്ചമുളകൊന്ന് കീറി കൊടുക്കട്ടോ. അങ്ങനെ കൊടുക്കാതെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി കേട്ടോ, മല്ലിപ്പൊടി കേട്ടോ, ഉപ്പ് കേട്ടോ, കുരുമുളക് പൊടി, ജീരകപ്പൊടി കേട്ടോ, കുറച്ച് കാശ്മീരി കേട്ടോ, കാശ്മീരി ചില്ലിയെ. ആയിട്ടൊന്ന് മസാല ഒന്ന് പിടിപ്പിക്കാം കേട്ടോ. പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ നമുക്ക് കുടംപുളി കേട്ടോ കുതിർത്ത് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതിൻ്റെ തല കേട്ടോ. പിന്നെ ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വറ്റണം കേട്ടോ. അത് പറ്റല്ല, നല്ല രീതിയിൽ കൊണ്ട് കുറുകി വരണം കേട്ടോ. മുങ്ങി കിടക്കട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടെ. ഇനി ഇവിടെ ഒന്ന് തുറന്ന് നോക്കട്ടോ എന്താ ആയിട്ടുണ്ട്. സംഭവമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ തലക്കറി റെഡി ആയിട്ട് കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട്. വല്ലാത്ത മതി.
അപ്പോൾ നമ്മുടെ മീൻകറി ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. വാങ്ങി വെക്കേ. ഒരു 5 മിനിറ്റോളം നമുക്ക് അടച്ചേക്കണ്ട. ഒന്ന് ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൂറ്റിയെടുക്കേ. നമുക്ക് ഉടയ്ക്കാനുള്ള പൂള കേട്ടോ. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണത്. നല്ല ഉടയണേ. നമ്മുടെ കപ്പയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമുക്ക് ചൂടാറണം. അപ്പോഴേ അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. അത് രസമുണ്ടാ? എന്നാ കഴിക്ക്. എന്താ കഴിക്കാത്തോ? എരുണ്ടാ? നല്ല ടേസ്റ്റി ഫുഡാട്ടോ. കപ്പയും തലക്കറിയും ഒരു രക്ഷയില്ലാത്ത ഫുഡ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ആ ബെൽ ബട്ടണും കൂടി അടിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.